സോ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ആ സെക്ഷനാണ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പോകുന്നത് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിയാണ്. ഇതിനകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പവർ ആംഗിൾ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. സ്വിംഗ് ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിക്കും. മൊമെന്റ് ഓഫ് ഇനർഷ്യ, റോട്ടർ ആംഗിൾ, അങ്ങനെ ഇതിനകത്തും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊണ്ടിട്ടുണ്ട്. സോ നോക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. സോ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്തായിരിക്കും നമുക്കൊരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ? സോ വാട്ട് ഈസ് കാൾഡ് സ്റ്റെബിലിറ്റി? സ്റ്റെബിലിറ്റിക്ക് നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും? സ്റ്റെബിലിറ്റി it can be defined as the ability of any system to develop the restoring force when it is subject to the disturbance. ഇതാണ് സ്റ്റെബിലിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റെബിലിറ്റി can be defined as the ability. It can be defined as the ability of any system. It is the ability of any system, okay, to develop the restoring force. To develop the restoring force. To develop the restoring force when subjected to disturbance. When subjected to disturbance. ഇതിനാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എബിലിറ്റി ആണ്. ഇറ്റ്സ് ആൻ എബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു ഡെവലപ്പ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് വെൻ സബ്ജക്ട് ടു ഡിസ്റ്റർബൻസ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേം ഇറ്റ് ഈസ് ആൾവേസ് റിലേറ്റഡ് ടു എന്തായിരിക്കും? The term stability, it is always related to synchronism. Stability that always related to synchronism. Important point ആണ്. The term stability is always എന്തായിരിക്കും related to synchronism. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗ്രിഡ് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓൾ മെഷീൻസ് അല്ലെ, ജനറേറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സിംഗ്രണൈസ്ഡ് ആണ്. ഇൻ ഓർഡർ ടു ക്യാരി ലോഡ് ഇൻ ദ ഗ്രിഡ്, അല്ലെ? എല്ലാ ജനറേറ്റേഴ്സും സിംഗ്രണൈസ്ഡ് ആയിട്ട് ബസ് ബാറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് സപ്ലൈങ് ദ ലോഡ് ടു മീറ്റ് അവർ റിക്വയർമെന്റ്സ്, അല്ലെ? അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറയാൻ പറ്റും? ഓൾ മെഷീൻസ് മസ്റ്റ് ബി ഇൻ സിംഗ്രണൈസം ഓർ ഇൻ സ്റ്റെപ്പ് വിത്ത് ഈച്ച് അതർ, അല്ലെ? അപ്പോൾ ഇൻ എ പവർ സിസ്റ്റം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇൻ എ പവർ സിസ്റ്റം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻ എ പവർ സിസ്റ്റം എന്തായിരിക്കും? ഓൾ മെഷീൻസ്, അല്ലെ? എന്തായിരിക്കും? ഓൾ മെഷീൻസ് മസ്റ്റ് ബി ഇൻ സിംഗ്രണൈസം. ഓൾ മെഷീൻസ് must be in synchronism, അല്ലെ? All machine must be in synchronism or in step. Synchronism അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? or in step with other or എന്ന് പറയാൻ പറ്റും swing together എന്ന് പറയാൻ പറ്റും. ഇതെല്ലാം ഒറ്റ വാക്കാണ്. സിംഗ്രണൈസത്തിന്റെ സെയിം മീനിങ് തന്നെ അത് പറയുന്നത്. സോ swing together എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇതായിരിക്കും ഈ ഒരു ദാറ്റ് മീൻസ് ഓൾ മെഷീൻസ് മസ്റ്റ് ബി ഇൻ സിംഗ്രണൈസം ഓർ ഇൻ സ്റ്റെപ്പ് വിത്ത് അതേഴ്സ്. ഇതിനെ നമ്മൾ എന്ത് പറയും? ദിസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കോൾഡ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദിസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് അതിനെയാണ് ദിസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കോൾഡ് എന്തായിരിക്കും? ഈസ് കോൾഡ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, കൊഹിറന്റ് ഏരിയ. Is called coherent area. What is that? Because in coherent area that we are assuming that, not assuming, in the coherent area that all the machines must be in synchronism, all the generators must be in synchronism, and it is connected to the grid in order to meet the requirement, in order to carry the load requirement നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റഡി ഓഫ് സിസ്റ്റം ഡൈനാമിക്സ് ആണെങ്കിൽ സ്റ്റെബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റെബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റിയെ 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റോട്ടർ ആംഗിൾ സ്റ്റെബിലിറ്റി, സെക്കൻഡ് വൺ ഈസ് വോൾട്ടേജ് സ്റ്റെബിലിറ്റി, ആൻഡ് തേർഡ് വൺ ഈസ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ബിടെക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതായിരിക്കും, റോട്ടർ ആംഗിൾ സ്റ്റെബിലിറ്റി ആണ്. ബാക്കി വോൾട്ടേജ് സ്റ്റെബിലിറ്റി, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എല്ലാം ഇതായിരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ലെവലുള്ള എക്സാംസിന് വരുന്ന സിലബസിൽ വരുന്നതായിരിക്കും വോൾട്ടേജ് സ്റ്റെബിലിറ്റി, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എല്ലാം. സോ നമുക്ക് എന്താ പറയുക, നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടുള്ളത് എന്തായിരിക്കും? റോട്ടർ ആംഗിൾ സ്റ്റെബിലിറ്റി.
സോ അവർ സിലബസ് പറയുന്നത് എന്താണ്? റോട്ടർ ആംഗിൾ സ്റ്റെബിലിറ്റി. റോട്ടർ ആംഗിൾ സ്റ്റെബിലിറ്റി. ഈ റോട്ടർ ആംഗിൾ സ്റ്റെബിലിറ്റി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഫസ്റ്റ് വൺ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി അല്ലേ? ആൻഡ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി. സോ റോട്ടർ ആംഗിൾ സ്റ്റെബിലിറ്റി നമുക്ക് എന്താ പറയാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, അടുത്തതായിരിക്കും ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ജനറൽ ഡെഫിനിഷൻ നോക്കാം എന്താണെന്നുള്ളത്. എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, സ്റ്റഡി സ്റ്റേറ്റ് മീൻസ് എന്തായിരിക്കും? ഗ്രാജുവൽ ചേഞ്ച് ഇൻ ലോഡ്, സ്മാൾ ഡിസ്റ്റർബൻസ്. അതിനാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സ്മാൾ ഡിസ്റ്റർബൻസ്, സ്മാൾ ഡിസ്റ്റർബൻസസ് ലൈക്ക് ഇതായിരിക്കും ഗ്രാജുവൽ ചേഞ്ച് ഇൻ ലോഡ്, ഗ്രാജുവൽ ചേഞ്ച് ഇൻ ലോഡ്, ചേഞ്ച് ഇൻ ടർബൈൻ സെറ്റിംഗ് എക്സെട്ര, ചേഞ്ച് ഇൻ ടർബൈൻ സെറ്റിംഗ്. ഇതൊക്കെയാണ് നമ്മളെ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സെട്ര. ട്രാൻസിയന്റ് സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ, ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഫോൾട്ട്, ഒരു ഫോൾട്ട് സംഭവിക്കുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ? അവിടെ എന്തായിരിക്കും? സഡൻ അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ലാർജ് ഡിസ്റ്റർബൻസ് ടു ദ സിസ്റ്റം അല്ലെ? എക്സാമ്പിൾ ഇതായിരിക്കും ഒരു ഫോൾട്ട് ഇൻ ദ സിസ്റ്റം, ഒരു ഫോൾട്ട് അല്ലെങ്കിൽ എന്തായിരിക്കും? ട്രിപ്പിംഗ് ഓഫ് എ ലോഡഡ് ജനറേറ്റർ, ട്രിപ്പിംഗ് ഓഫ് എ ലോഡഡ് ജനറേറ്റർ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പം നമുക്ക് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. ഇക്വേഷൻ ഡെഫിനിഷൻ കൊടുത്ത് വയ്ക്കാം. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്, സ്റ്റെബിലിറ്റി ലിമിറ്റ്, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മാക്സിമം പവർ. എപ്പോഴും ഓർക്കുക, സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം പവർ എന്ന് ഓർത്ത് വയ്ക്കുക. മാക്സിമം പവർ, steady state stability limit can be defined as the maximum power transferred by the system, maximum power transferred by the system എപ്പോഴാണ്? without losing synchronism അല്ലെ? without losing synchronism. steady state stability is the maximum power transferred by the system without losing synchronism when it is subjected to എന്തായിരിക്കും? സ്മോൾ ഡിസ്റ്റർബൻസ് അല്ലെ? സബ്ജക്റ്റഡ് ടു സ്മോൾ ഡിസ്റ്റർബൻസസ് ലൈക്ക് ഏതൊക്കെയായിരിക്കും? ഗ്രാജുവൽ ചേഞ്ച് ഇൻ ലോഡ്, ചേഞ്ച് ഇൻ ടർബൈൻ സെറ്റിംഗ് എക്സെട്ര. സ്മോൾ ഡിസ്റ്റർബൻസസ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഈസ് കാൾഡ് ഇതായിരിക്കും steady state stability limit. Therefore, steady state stability limit, it can be defined as maximum power transferred by the system without losing synchronism when the system is subjected to small disturbances. അതിനാണ് നമ്മൾ steady state stability limit എന്ന് പറയുന്നത്. Therefore, നമ്മൾ പറയാണ്, ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ആണ്. ട്രാൻസ്മിഷൻ ലൈൻ, ഇത് നമ്മളെ സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS, സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS ആംഗിൾ ഡെൽറ്റ, ആൻഡ് ഈ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഇതായിരിക്കും VR ആംഗിൾ, റിസീവിംഗ് എൻഡ് വോൾട്ടേജ് VR ആംഗിൾ 0. അങ്ങനെയാണെങ്കിൽ ദ പവർ P is equal to ഇതായിരിക്കും P is equal to VS into VR by X. ഇത് X എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ട്രാൻസ്ഫർ ഇംപെഡൻസ് ആണ്, by X into sine delta, where X is called എന്തായിരിക്കും? ട്രാൻസ്ഫർ ഇംപെഡൻസ്. അപ്പോ ഈ ഫസ്റ്റ് ഫോർമുല വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഇത് ബേസ് ചെയ്തിട്ട് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കാണും. ഈ ഫോർമുല ബേസ് ചെയ്തിട്ട് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പവർ P is equal to VS VR by X into sin delta. Where X എന്ന് പറയുന്നത് എന്തായിരിക്കും? Where X is the transfer impedance. Sorry, impedance അല്ല, ട്രാൻസ്ഫർ റിയാക്ടൻസ് കേട്ടോ. Z അല്ല, X അല്ലേ, ട്രാൻസ്ഫർ റിയാക്ടൻസ്. Where X is the transfer reactance.
എന്ന് പറയുന്നത് ട്രാൻസ്ഫർ റിയാക്ടൻസ്. X is a transfer reactance. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. Then പവർ ഇക്വേഷന്റെ പവർ ഈസ് ഈക്വൽ ടു VS VR by X into sin delta. അത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? മാക്സിമം പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ sin delta 9 എന്തായിരിക്കും 1 ആവും അല്ലേ? When delta is equal to 90 ഡിഗ്രി കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? Therefore P maximum is equal to എന്തായിരിക്കും വരിക? VS into VR by X into sin 90. sin 90 എന്തായിരിക്കും 1 ആയിരിക്കും വരിക. Therefore ഇതായിരിക്കും P max. ഇതിനെ നമ്മൾ എന്താ പറയുക? Therefore steady state stability limit is equal to എന്തായിരിക്കും? P എന്തായിരിക്കും? VS VR by X എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റും P max into അല്ലെ sin delta. Steady state stability limit is equal to P max into sin delta. അല്ലെങ്കിൽ എന്താ? P is equal to P max into sin delta നമുക്ക് പറയാൻ പറ്റും. P max into sin delta. Steady state നമ്മൾ അപ്പോൾ ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Steady state stability ലിമിറ്റിന്റെ ഇക്വേഷൻ എന്താ? മാക്സിമം പവർ. ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർഡ് ബൈ ദ സിസ്റ്റം വിതൗട്ട് ലോസിംഗ് സിഗ്നലൈസേഷൻ when it is subjected to small disturbances. Therefore എന്തായിരിക്കും? In steady state അല്ലെ in steady state stability എന്തായിരിക്കും? No disturbances is accounted അല്ലെ? കാര്യം എന്താ? ഡിസ്റ്റർബൻസ് ഒന്നും നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അത് കൺസിഡർ ചെയ്തില്ല. ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഫോൾട്ട് എല്ലാം നമുക്ക് എവിടെ വരുന്നത്? ട്രാൻസിയന്റിലാണ് വരുന്നത്. സോ ഇൻ സ്റ്റഡി സ്റ്റേറ്റ് എന്തായിരിക്കും? നോ ഡിസ്റ്റർബൻസസ് ആർ അക്കൗണ്ടഡ്. അത് ഓർത്ത് വെച്ചോളൂ. നോ ഡിസ്റ്റർബൻസസ് ആർ അക്കൗണ്ടഡ്. ഇപ്പൊ നമ്മള് ഇത് ഈ സംഭവം തന്നെ നമ്മൾ ഇക്വേഷൻ നമ്മളിപ്പോ പവർ ആംഗിൾ കർവ് വരച്ചു നോക്കി എങ്ങനെ ആയിരിക്കും വരിക? പി അല്ലെ പവർ ആംഗിൾ കർവ് നമ്മൾ വരച്ചു നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരിക? ഗ്രാഫ് വരച്ചു കഴിഞ്ഞാല് ഗ്രാഫ് പവർ ആംഗിൾ കർവ് നമ്മൾ ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാല് ഇത് പി അല്ലെ, ഇത് പി ആണ്, ഇത് ഡെൽറ്റ ആണെങ്കിൽ ഇതായിരിക്കും പവർ ആംഗിൾ കർവ് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഒരു ഹാഫ് സൈൻ വേവ് പോലെ വരും അല്ലെ. നമ്മൾ പഠിച്ചു ഡെൽറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്തായിരിക്കും? പി മാക്സ് അല്ലെ. when delta is equal to 90 ഡിഗ്രി ആയപ്പോഴത്തേക്ക് എന്തായിരിക്കും? when delta is equal to 90 ഡിഗ്രി ഇവിടെ എന്തായിരിക്കും വരിക? പി മാക്സ്, മാക്സിമം പവർ അല്ലെ. പി മാക്സ് when delta is equal to 90 ഡിഗ്രി പി മാക്സ്. അപ്പോ that means നമുക്ക് എന്താ പറയാൻ പറ്റും? as delta increases അല്ലെ, ഡെൽറ്റ കൂടുമ്പോഴത്തേക്ക് എന്താ പറ്റുക? as delta increases എന്തായിരിക്കും? പവർ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റി എന്താണ്? കാര്യം എന്താ പറയുക? ഡെൽറ്റ ഇസ് 90 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? പിന്നെ ഡെൽറ്റ കൂടുതലനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? പവർ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റി എന്താവും? ഇറ്റ് റെഡ്യൂസസ്. therefore as delta increases എന്തായിരിക്കും? ഡെൽറ്റ increases പവർ ട്രാൻസ്മിഷൻ അല്ലെ, അല്ലെങ്കിൽ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി എന്തായിരിക്കും? കേപ്പബിലിറ്റി ഡിക്രീസസ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇപ്പോൾ നോക്കാം. ഇനി നമ്മൾ നോക്കിയേ, ഇനി ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചേ. വാട്ട് ഇസ് സ്ലോപ്പ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എം അല്ലെ. എം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? dy ബൈ dx. അതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയാൻ പറ്റും അല്ലെ. therefore ഇവിടെ y എന്തായിരിക്കും വരിക? p അല്ലേ, പവർ p. x എന്തായിരിക്കും വരിക? ഡെൽറ്റ. therefore dp ബൈ d ഡെൽറ്റ ഈസ് കാൾഡ് ദ സ്ലോപ്പ്. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും വരിക? dp ബൈ d ഡെൽറ്റ അല്ലെ. ഇവിടെ നമ്മൾ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? dp ബൈ d ഡെൽറ്റ. ഇവിടെ എന്തായിരിക്കും വരിക? നമ്മൾ ഇവിടെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ dp ബൈ d ഡെൽറ്റ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെയാണ് സ്ലോപ്പ് എടുക്കുന്നത് എന്തായിരിക്കും വരിക? dp ബൈ d ഡെൽറ്റ ഈസ് ലെസ് ദാൻ 0. ഇവിടെ എന്തായിരിക്കും വരിക? ഈ മാക്സിമം കണ്ടീഷൻ എന്തായിരിക്കും വരിക? dp ബൈ d ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. dp by d delta is equal to 0. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ മൂന്ന് ഇത് കിട്ടി അല്ലേ. therefore നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇപ്പം if dp by d delta is greater than 0 ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും? dp by d delta എന്തായിരിക്കും? is less than 0 ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും? dp by d delta is equal to 0 ആവാം. സോ ഇത് dp by d delta greater than 0 ആവുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. dp by d delta is greater than 0. it is called a stable region. therefore this എന്തായിരിക്കും? ഇതായിരിക്കും ഇവിടെ എന്താ പറയുന്നത്? സ്റ്റേബിൾ റീജിയൻ അല്ലെ. ഇവിടെ dp by d delta greater than 0. therefore this is stable അല്ലെ. ഇവിടെ എന്തായിരിക്കും വരിക? dp by d delta less than 0 പറയുമ്പോഴത്തേക്ക് എന്താ? അൺസ്റ്റേബിൾ റീജിയൻ.
അൺസ്റ്റേബിൾ റീജിയൻ. എന്തായിരിക്കും ഇത്? അൺസ്റ്റേബിൾ. dp by d delta is equal to പറയുമ്പോഴത്തേക്ക് എന്താ? സിസ്റ്റം ഈസ് ക്രിട്ടിക്കലി സ്റ്റേബിൾ. ഒരുപാട് തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കലി സ്റ്റേബിൾ ഒരു വലിയ നീട്ടി പിടിച്ചിട്ട് ഒരു ഇക്വേഷൻ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് നോക്കിയിട്ട് ഡെൽറ്റയുടെ വാല്യൂ എന്തായിരിക്കും അത് ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എന്തായിരിക്കും സ്റ്റേബിൾ ആണോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡെറിവേഷൻ ഈ ഒരു റിലേഷൻ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടുത്ത പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഈ dp by d delta? നമ്മൾ പറഞ്ഞില്ല dp by d delta സ്ലോപ്പ് നമ്മൾ പറഞ്ഞു. ഈ dp by d delta ഞാൻ വിളിക്കുകയാണ് dp by d delta is equal to ഞാൻ ഒരു അടുത്തൊരു പവർ ഞാൻ വിളിക്കുകയാണ് ps എന്ന് പറയുന്നുണ്ട്. where ps is called എന്തായിരിക്കും? where ps is called synchronizing power coefficient is called synchronizing power coefficient or എന്തായിരിക്കും? stiffness coefficient or stiffness constant or stiffness constant. So ഇത് ഓർത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് therefore ps is equal to എഴുതാൻ പറ്റും. ps is equal to d by d delta of p എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? p is equal to p max into sin delta അല്ലെ? p max into sin delta. therefore ps is equal to എന്തായിരിക്കും വരിക? therefore synchronizing power ps is equal to p max into എന്തായിരിക്കും? cos delta. therefore ps is equal to p max into cos delta. ഓർത്ത് വയ്ക്കുക, സിങ്ക്രണൈസിംഗ് പവറിന്റെ ഇക്വേഷൻ ആണ്, കൊണ്ട് തെറ്റിക്കരുത്. സിങ്ക്രണൈസിംഗ് പവറിന്റെ ഇക്വേഷൻ എന്താ? ps is equal to p max into cos delta ആണ് അടുത്ത ഇക്വേഷൻ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. then യൂണിറ്റ് എന്തായിരിക്കും? its unit is megawatt per radians. so this ps is called എന്തായിരിക്കും? synchronizing power coefficient or stiffness constant. ചോദിക്കുന്നത് യൂണിറ്റ് ഓഫ് സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. എന്തായിരിക്കും? മെഗാവാട്ട് പെർ റേഡിയൻ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ഓഫ് സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ് ഈസ് മെഗാവാട്ട് പെർ റേഡിയൻ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. പ്രോബ്ലം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A synchronous generator having reactance of 1 per unit is connected to an infinite bus through a line of reactance 0.5 per unit. Through a line of reactance 0.5 per unit. For a maximum power output 1.2 per unit. For a maximum power output 1.2 per unit, the internal voltage of generator must be is dash. A synchronous generator having reactance 1 per unit അല്ലേ? അപ്പോൾ എന്തായിരിക്കും? A synchronous generator having reactance 1 per unit, xs is equal to 1 per unit അല്ലേ? synchronous reactance is equal to 1 per unit is connected to an infinite bus through a line of reactance 0.5 per unit അല്ലേ? ഇതായിരിക്കും നമ്മുടെ ലൈൻ, ഇതായിരിക്കും നമ്മുടെ ഇൻഫിനിറ്റ് ബസ് എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും വരിക? therefore
എന്തായിരിക്കും വരിക? ലൈനിന്റെ എത്ര തന്നിരിക്കുന്നത്? 0.5 പെർ യൂണിറ്റ് അല്ലേ? 0.5 പെർ യൂണിറ്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ബസ്സിൻ്റെത് എപ്പോഴും വോൾട്ടേജ് എടുക്കാത്തതായിരിക്കും 1 പെർ യൂണിറ്റ് ആയിരിക്കും ഇൻഫിനിറ്റ് ബസ്സിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇലക്ട്രിക്കൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ഇന്റർണൽ വോൾട്ടേജ് ഓഫ് ദി ജനറേറ്റർ അല്ലേ? അപ്പോൾ ഇതിന്റെ ഇലക്ട്രിക്കൽ ഇക്വലന്റ് വരച്ചാൽ എങ്ങനെ ആയിരിക്കും വരിക? നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ ജനറേറ്റർ ഇ ജി എന്ന് പറയുന്ന ജനറേറ്റർ വരച്ചു. എന്തായിരിക്കും വരിക? പിന്നെ എന്തായിരിക്കും? ജനറേറ്ററിന്റെ സിംഗർണസ് റിയാക്ടൻസ് തന്നിട്ടുണ്ട്. അത്ര ആയിരിക്കും 1 പെർ യൂണിറ്റ്. 1 പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും? ട്രാൻസ്മിഷൻ ലൈനിന്റെ തന്നിട്ടുണ്ട് അല്ലേ? ട്രാൻസ്മിഷൻ ലൈനിന്റെ എത്ര? 0.5 പെർ യൂണിറ്റ് അല്ലെ? 0.5 പെർ യൂണിറ്റ്. പിന്നെ എന്തായിരിക്കും വരിക? ഇൻഫിനിറ്റ് ബസ് ബാർ തന്നിട്ടുണ്ട് അല്ലേ? ഇൻഫിനിറ്റ് ബസ് ബാർ എത്ര ആയിരിക്കും? അതിന്റെ പെർ യൂണിറ്റ് പറയുമ്പോഴത്തേക്ക് എത്ര? വി ഇസ് ഈക്വൽ 1 പെർ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ആണ്, ഓർത്ത് വയ്ക്കാം. ഇക്വേഷൻ എന്തായിരിക്കും? പി ഇസ് ഈക്വൽ ടു പി മാക്സ്. നമുക്ക് എന്തുണ്ട്? ഫോർ എ പവർ ഔട്ട്പുട്ട് ഓഫ് 1 പോയിന്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? therefore ഇക്വേഷൻ എന്തായിരിക്കും? പി മാക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ അടിക്കാൻ പറ്റും, ഇ ജി അല്ലെ? വി എസ് ഇൻറ്റു വി ആർ ബൈ എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ജനറേറ്ററിന്റെ വോൾട്ടേജ് വെച്ചിരിക്കുന്നത് ഇ ജി ഇൻറ്റു എന്തായിരിക്കും? വി ടി പറയുമ്പോഴത്തേക്ക് എന്താ? ഞാൻ ടെർമിനൽ വോൾട്ടേജ് പറയാണ്, അല്ലെങ്കിൽ ബസ് ബാറിന്റെ വോൾട്ടേജ് പറയാണ്. ഇ ജി ഇൻറ്റു വി ടി ഡിവൈഡ് ബൈ എക്സ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസ്ഫർ റിയാക്ടൻസ് ആണ്. therefore പി മാക്സ് എത്ര തന്നിട്ടുണ്ട്? 1.2 അല്ലെ? 1.2 is equal to ഇ ജി കണ്ടുപിടിക്കണം ഇൻറ്റു വി ടി എത്ര? വി ടി ഇസ് 1 പെർ യൂണിറ്റ് അല്ലെ? വി ടി എത്ര വരുന്നത്? വി ടി 1 പെർ യൂണിറ്റ് അല്ലെ? 1 പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ എക്സ് ടി എത്ര വരുന്നത്? എക്സ് ടി എങ്ങനെ അറിയാൻ പറ്റും? ഈ 1 പെർ യൂണിറ്റും 0.5 പെർ യൂണിറ്റ് എന്തായിരിക്കും? സീരീസ് അല്ലേ വന്നിരിക്കുന്നത്. therefore എന്തായിരിക്കും? ഇതെന്തായിരിക്കും വരിക? ഇത് രണ്ടും എക്സ് ടി അല്ലെ? അപ്പൊ എന്തായിരിക്കും? എക്സ് ടി is equal to 1 plus 0.5 because series ആയിരിക്കും അല്ലേ? therefore 1.5. therefore EG into 1 divided by 1.5. therefore EG is equal to 1.5 into 1.2, that is equal to 1.8 per unit. 1.8 per unit. Okay. So ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആട്ടോ. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നമ്മൾ PSC എക്സാമിന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A three-phase short transmission line having impedance 0.0 plus j 0.605 ohm per phase is operated at equal voltages of 11 kV is operated at equal voltages of 11 kV at both ends. The steady state limit of the power system, the steady state limit of the power system on the common MVA base of 500 on the common MVA base of 500 will be MVA base of 500 will be dash എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. അല്ല, ട്രാൻസ്മിഷൻ ലൈൻ എന്തായിരിക്കും? R plus JXL ആണ്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് 0 ആണ്. എന്തായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്? എന്താ? XL അല്ലെ? റിയാക്ടൻസ് XT ആണ് തന്നിരിക്കുന്നത്. ട്രാൻസ്ഫർ റിയാക്ടൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ ട്രാൻസ്ഫർ റിയാക്ടൻസ് ഇതായിരിക്കും അല്ലെ? ട്രാൻസ്ഫർ റിയാക്ടൻസ് 0.605 XT തന്നിട്ടുണ്ട്. XT is equal to 0.605. സെൻഡിങ് എൻഡ് വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? സെൻഡിങ് എൻഡ് വോൾട്ടേജ് 11 kV, റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ആൾസോ 11 kV അല്ലെ? therefore പവർ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. therefore എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്, ദാറ്റ് മീൻസ് എന്തായിരിക്കും? മാക്സിമം പവർ അല്ലെ? therefore സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് is equal to Pmax, maximum power is equal to എന്തായിരിക്കും? VS into VR by XT അല്ലെ? therefore എന്തായിരിക്കും? VS എത്ര വന്നിരിക്കുന്നത്? VS 11, VR എത്ര? 11 divided by XT എത്ര വരും? 0.605 അല്ലെ? 0.605, that is equal to എത്ര വരും? that is equal to
121 divided by 0.605, that is equal to 200 megawatt. 200 megawatt. നമ്മുടെ ചോദ്യം എന്താ? The steady state limit of the power system on the common base MVA of 500 will be. അപ്പോൾ നമുക്ക് 200 നമുക്ക് വേണ്ടത്, നമുക്ക് ഇനി 500 ബേസ് MVA ഉള്ള വാല്യൂ നമുക്ക് വേണ്ടത്. Therefore എന്ത് ചെയ്യുക? എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് per unit indication എന്താ? Per unit is equal to എന്തായിരിക്കും? Per unit is equal to actual value divided by എന്തായിരിക്കും? ബേസ് വാല്യൂ അല്ലേ? Actual value divided by base value. Actual value എത്ര തന്നിട്ടുണ്ട്? 200 അല്ലേ? Actual value is equal to 200 divided by base value എത്ര? സപ്പോസ് 500. That is 2 by 5 എത്ര വരും? 0.4 per unit. അതായിരിക്കും ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ നോക്കേ, the steady state limit of the power system on the common base MVA of 500 will be. ക്വസ്റ്റ്യൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ എന്തായിരിക്കും, നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ എടുത്തിട്ട് നമുക്ക് ബേസ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വൽ വാല്യൂ നമുക്ക് പ്രോബ്ലം ചെയ്തപ്പോൾ കിട്ടി, ബേസ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പെർ യൂണിറ്റ് വാല്യൂ എത്ര കിട്ടും? 0.4 per unit കിട്ടും. ബിക്കോസ് ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ ആണ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. A synchronous generator. Next, a synchronous generator is supplying power to an infinite bus. Is supplying power to an infinite bus. Through a step-up transformer. And a double circuit transmission line as shown in the figure. And a double circuit transmission line as shown in the figure. The steady state limit of the system is 6.25 per unit. The steady state limit, the steady state stability limit of the system is 6.25 per unit. Of the system is 6.25 per unit. 25 per unit. per unit. If one of the double circuit line trips, due to a fault, the resulting steady state stability limit will be, steady state stability limit will be dash. ആണ് ചോദ്യം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്തായിരിക്കും? Synchronous generator supplying power to infinite bus through a step-up transformer. ഫിഗർ തന്നിട്ടുണ്ട്. എന്തായിരിക്കും നമ്മൾ ജനറേറ്ററിന് എന്തായിരിക്കും, പിന്നെ നമുക്ക് നമ്മളുടെ ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്, പിന്നെ എന്തായിരിക്കും വരിക, പിന്നെ നമുക്ക് ഡബിൾ സർക്യൂട്ട് ലൈനാന്ന് പറയുന്നുണ്ട് അല്ലേ, അതായിരിക്കും ഇൻഫിനിറ്റ് ബസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് VG ഈസ് ഈക്വൽ ടു 1 per unit തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ എന്തായിരിക്കും XT, ട്രാൻസ്ഫോമറിന്റെ റിയാക്ടന്റ് XT ഈസ് ഈക്വൽ ടു 0.12 തന്നിട്ടുണ്ട്. 0.12 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന സിംഗിൾ ജനറേറ്റർ സപ്ലൈയിങ് പവർ ടു ഇൻഫിനിറ്റ് ബസ് ത്രൂ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ഡബിൾ സർക്യൂട്ട് ട്രാൻസ്ഫോമർ ആൻഡ് as shown in the figure.
the steady state stability of the system is 6.25 per unit. അപ്പം ഡബിൾ സർക്യൂട്ട് ലൈനിൽ ആടുന്ന സമയത്തുള്ള സ്റ്റെബിലിറ്റി ലിമിറ്റ് ആണ് 6.25. if one of the double circuit line trips due to a fault, the resulting steady state stability will be എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഇക്വേഷൻ എന്താ? Pmax is equal to എന്തായിരിക്കും? Vg അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും? നമുക്കറിയാം എന്തായിരിക്കും ആൻസർ കഴിഞ്ഞാൽ Vt എന്തായിരിക്കും? ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് ബസ് ബാറിന്റെ വോൾട്ടേജ് എത്ര? Vt is equal to എന്തായിരിക്കും? 1 ആണ് അല്ലേ? 1 per unit ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. therefore Pmax is equal to എങ്ങനെ എഴുതാൻ പറ്റും? Vg into Vt divided by എന്തായിരിക്കും? Xt അല്ലേ? അപ്പോൾ Xt യുടെ വാല്യൂ നമുക്കില്ല. Xt നമുക്ക് തന്നിട്ടില്ല. കാരണം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? Xt is equal to നമുക്ക് എഴുതാൻ പറ്റും. therefore Xt is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Xt ട്രാൻസ്ഫോമറിന്റെ റിയാക്ടൻസ് പ്ലസ് ഇത് രണ്ട് ഡബിൾ സർക്യൂട്ട് ലൈൻ അല്ലേ, രണ്ട് പാരലൽ അല്ലേ, therefore അതിന്റെ എന്തായിരിക്കും? ഇത് x ആണെങ്കിൽ ഇത് x ആണെങ്കിൽ ഇത് x ആണെങ്കിൽ എന്തായിരിക്കും? x പാരലൽ x എന്ന് പറയുമ്പോഴത്തേക്ക് x/2 വരും അല്ലേ? രണ്ട് പാരലൽ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? x/2 വരും. therefore എന്തായിരിക്കും വരിക? Xt നമുക്കറിയാം എത്രയാണ്? 0.12 അല്ലേ? 0.12 plus x/2. therefore Pmax തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതായിരിക്കും 6.25. therefore 6.25 is equal to Vg ടെർമിനൽ വോൾട്ടേജ് 1 Vg ജനറേറ്റർ വോൾട്ടേജ് 1 ടെർമിനൽ വോൾട്ടേജ് 1 ഡിവൈഡ് ബൈ എന്തായിരിക്കും? Xt 0.12 plus x/2 അല്ലേ? plus x/2 അല്ലേ? that is equal to എങ്ങനെ വരും? that is equal to 1 into 1 അല്ലേ? that is equal to 0.12 plus x/2 is equal to 1 by 6.25 അല്ലേ? 6.25 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? that is equal to 1 by 6.25 എന്ന് പറയുമ്പോൾ 6 in 1/4 ഇങ്ങനെ കൂടെ 6 1/4 that is equal to നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 4/25 എന്ന് കിട്ടും അല്ലേ? 4/25 എന്ന് കിട്ടും. therefore നമുക്ക് എന്തായിരിക്കും? നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് therefore x is equal to കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്താ? x is equal to 0.08 per unit എന്ന് കിട്ടും അല്ലേ? x is equal to കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ x കണ്ടുപിടിക്കാൻ പറ്റും. x is equal to 0.08 per unit എന്ന് കിട്ടും. അപ്പോൾ എന്തായിരിക്കും? ഇത് നമ്മുടെ രണ്ട് ട്രാൻസ്മിഷൻ ലൈനും ഉള്ള സമയത്തുള്ളത്. ഇനി എന്തായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നത്? if one of the double circuit line trips അല്ലേ? അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാം? one of the double circuit line trip ആകുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും? നമ്മൾ ഡയഗ്രം മാറുന്നത് എങ്ങനെ ആയിരിക്കും? നമ്മുടെ ജനറേറ്റർ അല്ലേ? നമ്മുടെ ജനറേറ്റർ, നമ്മുടെ ട്രാൻസ്ഫോമർ, പിന്നെ എന്തായിരിക്കും വരിക? ട്രാൻസ്മിഷൻ ലൈന്, അടുത്ത ഈ ലൈൻ എന്തായിരിക്കും? ഇത് ട്രിപ്പ് ആയി പോയല്ലേ? അപ്പൊ എന്തായിരിക്കും? ഇത് ഓപ്പൺ ആയിരിക്കും വരിക. ഇത് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ബസ് അല്ലേ? Vt എന്തായിരിക്കും? Xt എന്തായിരിക്കും? Vg അല്ലേ? Vg ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടുത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു ഇത് x ആകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് x/2 കിട്ടി. ഇതെന്തായിരിക്കും വരിക? x ആയിരിക്കും വരിക അല്ലേ? കാര്യം എന്തായിരിക്കും? ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. therefore എങ്ങനെ ആയിരിക്കും വരിക? therefore total xt is equal to കിട്ടും. therefore xt is equal to എന്തായിരിക്കും? ട്രാൻസ്ഫോമറിന്റെ റിയാക്ടൻസ് സ്മോൾ xt പ്ലസ് എന്തായിരിക്കും? ക്യാപിറ്റൽ x. x. therefore xt എത്ര? ട്രാൻസ്ഫോമറിന്റെ റിയാക്ടൻസ് എത്ര തന്നിട്ടുണ്ട്? 0.12 പ്ലസ് ഇപ്പൊ x നമ്മൾ എത്ര കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 0.08. therefore 0.08. therefore xt is equal to 0.2 per unit. therefore steady state stability limit is equal to എന്തായിരിക്കും? Pmax is equal to Vg Vt അല്ലെ? Vg Vt by Xt. therefore എത്ര കിട്ടും? that is equal to Vt1 Xt എത്ര? 0.2. therefore 1 by 0.2 is equal to 5 per unit. 5 per unit is answer. so ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നെക്സ്റ്റ് നമുക്ക് അടുത്ത പാർട്ട് 2 നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓർത്ത് വയ്ക്കുക. സോ പോയിന്റ്സ് ടു റിമെമ്പർ, ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വയ്ക്കുക, പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.